ഇനി ആദ്യം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. എൻ്റെ ഫ്രണ്ടിലാണ് ക്യാമറയ്ക്ക്, അതൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതുവഴി നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ നമ്മുടെ മൊബൈൽ വഴി നമുക്ക് കാണാം. ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് കിടക്കിടക്ക് നമുക്ക് മൊബൈലിൽ കൂടെ കാണാം. ക്ലിയറായോ? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു പരിപാടി പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്യണ ഭാഗം, ഈ രണ്ട് കോർണറിൽ ഇവിടെയും വിരലിട്ടിട്ട് തിക്കി കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ തുറന്നു വരും. ഉണ്ടോ? തുറന്നു വരും. ഓക്കെ. പിന്നെ ഇതെന്തെങ്കിലും ചേഞ്ചസ്, അതായത് എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഓഫ് ചെയ്യുക ഫസ്റ്റ്. കണ്ടോ? ഇതങ്ങോട്ട് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സംഭവം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മളുടെ ഇതിനകത്ത് നമ്മളെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ അധികവും ഇല്ല. പക്ഷെ എന്നിവയെ കുറച്ച് കാര്യങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അവർ തന്നെ മെഷീൻ തന്നെ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതായിട്ടോ കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ തുറക്കാൻ പറ്റും. ഇത് മെഷീൻ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളൂടെ മാനുവലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മൂട്ടിയിരിക്കണമൊക്കെ. ഈ സാധനം കണ്ടോ? ഇത് ഫിൽറ്ററാണേ. കണ്ടോ? ഫിൽറ്റർ ഇതെടുത്ത് കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ എയർ സക്ഷൻ വലിക്കുന്നത് കുറയും. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒരാഴ്ചയിലെടുത്തെങ്കിൽ നമ്മൾ ഇതെടുത്ത് കൊട്ടുക. ഇതിനകത്ത് നന്നായിട്ടുണ്ടെങ്കിൽ കൊട്ടുക. ഓക്കെ. ഇതിനകത്ത് കൂടുതൽ വരുന്നതാണ് എന്ത് ചെയ്യണം. അയ്യോ, ഞാൻ ചരിച്ചപ്പോൾ ഇതിനകത്തേക്ക് വീണ്. ഇതിനകത്ത് പുല്ല് സാധനങ്ങളൊക്കെ ഇരിക്കണൊക്കെ അതിനകത്ത് ഇത് വലിച്ച ഈ ബ്രഷ് കണ്ടോ? ഈ ബ്രഷ് ഒരു കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്യാം. ലോ ബാറ്ററി ഉണ്ട്, ഫ്ലാഷ് ഓൺ ആവില്ല. ഇതിൻ്റെ ലോ ബാറ്ററിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു നീല കളർ ബ്രഷാണ്. ഇപ്പോൾ കാണുന്നില്ലേ ഒരു നീല കളറ്? ഈ സാധനം അപ്പുറത്തൂടെ കാണിച്ചു തരാം ഞാൻ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഈ സാധനം ബ്രഷ് ഇതെടുക്കുന്നത് ഫിൽറ്റർ എടുക്കണ മനസ്സിലായേ? എന്നിട്ട് ഈ സാധനം പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പ്രസ്സറിൽ തിരിച്ച് വയ്ക്കുക. ഓക്കെ. ഇങ്ങനെയാണ് ടിക്കുന്ന ഒരു ചെറിയ ഒച്ച വെക്കും. എന്നിട്ട് ഈ സാധനം എടുത്ത് അടയ്ക്കുക. ഇത് ക്ലിയർ ആയില്ലേ? ഇനി ഈ സാധനം മറച്ച് വെച്ച് അടിഭാഗം കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഓക്കെ. അപ്പോൾ ഇനി അടിഭാഗം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സാധനം കണ്ടോ? ഈ സാധനം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ രണ്ട് ക്ലിപ്പില്ലേ ഇതിനകത്ത് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാം. ഓക്കെ. ഈ ബ്രഷ് കണ്ടോ? ഈ ബ്രഷ് കണ്ടോ? സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ മുടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് കളയണം. ഇപ്പം ഞാൻ കളയുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതൊക്കെ. മറ്റേ ചൂലിൻ്റെ സാധനമൊക്കെ കയറിയിരിക്കുന്നുണ്ടോ അകത്ത്? അപ്പോൾ ഈ സാധനം ഇതുണ്ടോ? നേരത്തെ ഇരിക്കുന്നതിൻ്റെ ഇത് കണ്ടോ? ഇതിനകത്തേക്കാണ് കയറിപ്പോകുന്നത്. പിന്നെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പിന്നില്ലേ, ഈ പൈപ്പിൻ്റെ അകത്തോട്ട് കയറിപ്പോണം. കണ്ടോ? അപ്പോൾ വെറുതെ എടുത്ത് വയ്ക്കരുത്, ഇത് അതിൻ്റെ അകത്തോട്ടായിട്ട് കയറിപ്പോണം. എന്നിട്ട് പിന്നെ ഇതിങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചേക്കണം. ഈ സാധനത്തിന് ഇത്രേ ഉള്ളൂ സംഭവം. ക്ലിയറായോ? എന്നിട്ട് ഇതിനകത്ത് ഈ സാധനമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ മുടി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മുടെ ഈ അടുത്ത സംഭവം എടുത്ത് വയ്ക്കാൻ, ഇതിൻ്റെ ക്യാപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റും. ഈ സാധനം ഇതുണ്ട്, ഇവിടെ ഒരു 3 പിന്നുണ്ട് ഇങ്ങനത്തെ. ഓക്കെ. ഈ സാധനം ഇവിടെ ചെറിയൊരു ഹോളും ഉണ്ട്. ഈ ഹോളിൻ്റെ അകത്തോട്ട് സംഭവം കയറി പോകണം അടിയിലോട്ട്. ഓക്കെ. ഇത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ ഉണ്ടോ? ഇത് ലോക്കാവുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. പിന്നെ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഈ സാധനത്തിനകത്ത് ഒന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ കയറിപ്പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതാണ് മോപ്പ്.
ഈ സാധനം ഉണ്ടോ, ഈ മോപ്പ് നമുക്ക് മാറ്റിയിടാൻ പറ്റും. ക്ലിയറായോ? അപ്പോൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ മോപ്പ് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യാൻ അനുവദിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ചെയ്യാൻ അനുവദിക്കരുത്. എന്നിട്ട് അതെടുത്തിട്ട് വേണം ഈ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് മാപ്പിങ് 3 ഏരിയയാണ് മാക്സിമം മാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 ഏരിയ കൂടുതലുള്ളവരൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഡ്രൈ ചെയ്യണ സമയമാകുമ്പോഴേക്കും വേഗം സ്റ്റോപ്പ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വെള്ളം മൊത്തം സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതാണ് തറ മൊത്തം തൂക്കാനായിട്ട് തുടയ്ക്കാനായിട്ട് ഉപകരിക്കുന്നത്. ക്ലിയർ? പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ, അതായത് നമുക്ക് കൂടിയ ടൈപ്പ് സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സെൻസ് ചെയ്യുന്നത്. ഏത് എഡ്ജൊക്കെ സെൻസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് സംഭവം. കണ്ട, ഇത് ഇവിടെയുണ്ട്. ഓക്കെ, ഇതിന് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എഡ്ജ് കാര്യങ്ങളൊക്കെ, അതായത് താഴത്തോട്ടുള്ള ഇത് ഡെപ്ത്ത് നോക്കിയിട്ട് സാധനം അവിടെ സ്റ്റോപ്പ് ആവും. ചെറിയ ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സെൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിൽ നേരെ തറയിൽ പോയി അങ്ങോട്ട് വീഴും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൂടിയ ടൈപ്പ് ഇതൊക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും, ചുരുക്കി പറഞ്ഞോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമുക്ക് മാപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇതെങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇനി ഈ റൂമാണ് നമ്മൾ മാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോൾ മാപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കയറിപ്പോകാനായിട്ടുള്ള, അതായത് ഈ ഒരു വട്ടം ഉണ്ടല്ലോ, ഈ റോബോട്ടിന് വലിപ്പം ഇതിനകത്തില്ലെങ്കിൽ ഈ സാധനം കയറിപ്പോവില്ല. അവിടെയും വരെ മാത്രമേ ക്ലീൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ സോ ബെറ്റർ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ മാപ്പിംഗ് ചെയ്താലും ശരി, മാപ്പിംഗ് ചെയ്യാതെ ഡയറക്റ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്നാലും ശരി, എന്ത് ചെയ്യണം? ചെയർ എടുത്ത് മാറ്റി വിടുക. ഓക്കെ, അടുത്തൊരു ഇതാണ്. അപ്പോൾ ചെയർ എടുത്ത് മാറ്റിയിടുക. തറയിൽ പേപ്പർ, ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ടോയ്സ് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കുക. ചെറിയ ചെറിയ ഇതൊക്കെയാണെങ്കിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ വലിച്ചെടുത്ത് കളയത്തുള്ളൂ. അല്ലാതെ വലിയ ഷീറ്റ് പേപ്പറൊക്കെ കിടന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇതെങ്കിലും മാറ്റി വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഇനി അടുത്തത് മാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സംഭവം നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വെച്ചേക്കുവാണ് സാധനം എന്ന് ചിന്തിക്കുക. ഇത് രണ്ടും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റർ ഭാഗം ക്ലീൻ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഒരല്പം ഈ സാധനം കയറിപ്പോകാവുന്ന ഭാഗത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡും ക്ലീൻ ചെയ്യും, ഈ സൈഡും ക്ലീൻ ചെയ്യും. സെൻറ്ററിൽ സ്പേസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അകത്തി വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. അപ്പോൾ അതല്ല, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്, ഈ സാധനം എൻ്റെ ഇടയിൽ കൂടെ കയറി പോകുന്നുണ്ടെങ്കിൽ അവിടെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാപ്പ് ചെയ്ത ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യത്തുള്ളൂ. അത് പ്രത്യേകം ഓർമ്മയിൽ വെച്ചേക്കുക. ഓക്കെ, ഇനി മാപ്പിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തരാം. ഇനി അടുത്ത് നമ്മൾ മാപ്പിംഗ് എങ്ങനെയാണെന്ന് മൊബൈലിൽ ഇതിൻ്റെ ആപ്പിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഓഫ്ലൈനിലാണ് കിടക്കുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ ഈ സാധനം ഓഫ് ചെയ്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ആ സാധനം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ ഓൺ ചെയ്യണം. അത് ഓൺ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സംഭവം കിട്ടത്തുള്ളൂ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വൈഫൈ ആപ്പ് ഇത് ചെയ്ത സമയത്ത് വൈഫൈ 15 സെക്കൻഡ്സ് ജസ്റ്റ് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനാണ് പറയണത്. കാര്യം ഇത് ഓൺലൈനിലോട്ട് വരാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യണം. അതിനകത്ത് വൈഫൈയുടെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ആപ്പ് ഓൺ ചെയ്തിട്ട് വൈഫൈ കണക്ട് ചെയ്യണം. സ്റ്റാർട്ടായതാണ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വൈഫൈ എന്ത് ചെയ്യുക, വൈഫൈ Let's begin your intelligent cleaning experience. ഓക്കെ, ഉണ്ടോ? കഴിഞ്ഞു. ഓണായി ഇത് വന്നതുണ്ടോ? ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട്
60% ഇതിന് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല, ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഈസിയാണ്. ഞാൻ കാണിച്ചത് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ആപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അന്നേരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ് ഇതുപോലെ ഇരിക്കും. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഈ എൻ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി മാപ്പ് ഞാൻ ആഡ് ചെയ്തത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്ടോ അത് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. നമ്മൾ സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മാപ്പ് ഉണ്ടോ ഇതിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മാപ്പിംഗ് എന്നുള്ള സംഭവം വരും. പക്ഷേ എൻ്റെ വരാത്ത കാരണം ഞാൻ ഓൾറെഡി ചെയ്ത സാധനം ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് അറിയോ, സ്റ്റാർട്ട് മാപ്പിംഗ് കൊടുക്കുക. അപ്പം അന്നേരം ഈ സംഭവം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നതാണ് കാരണം എന്താ പറയുക, ഡോക്ക് സ്റ്റേഷൻ അടുത്ത് വേണം. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ മാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ക് സ്റ്റേഷൻ അടുത്ത് വേണം. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഡോക്ക് സ്റ്റേഷൻ അടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഇനി മാപ്പിംഗ് പോസ് ചെയ്ത് വെച്ചേക്കാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. ഓക്കെ, ഇപ്പം മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചെറിയൊരു ഏരിയ കേട്ടോ മാപ്പ് ചെയ്യണത്, ഒത്തിരി വലിയ ഏരിയ ഒന്നും ഇല്ലാതുണ്ട്, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഈ മാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ അത് എന്ത് ചെയ്യും, ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ മാപ്പ് ചെയ്യുന്ന ഭാഗമൊക്കെയാണ് ഈ ഇതിനകത്ത് കണ്ടോ പയ്യപ്പ നീങ്ങുന്നുണ്ടോ, ബ്ലാക്ക് ഡോട്ട് കണ്ടോ, അത് ഇതിൽ കൂടെ പ്ലെയിൻ പോകുന്നതാണ്. എൻ്റെ വീടിൻ്റെ തലയിൽ മണ്ടേ കൂടെയാണ് പ്ലെയിൻ കയറി പോകുന്നത്, അതാണ് ശബ്ദം തന്നെ. ആ ബ്ലാക്ക് ഡോട്ട് ഉണ്ടോ. ഇനി അടുത്ത് അത് ഓൾറെഡി മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ചെറിയ ഏരിയയാണ് ഉള്ളത്. ആ ചെയ്ത ഏരിയ മാപ്പ് ചെയ്ത് കഴിഞ്ഞേ പിന്നെ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഇതിപ്പോൾ അവിടെ നിന്ന് ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഇതിപ്പോൾ ആ മാപ്പ് ചെയ്ത ഭാഗം ഇതുണ്ടോ, മാപ്പ് ചെയ്ത ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് നമുക്കൊരു പേരിടാം. ഓക്കെ, അപ്പോൾ ഞാനിടാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്റ്റോർ റൂം 2. സ്റ്റോർ റൂം 2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് മാപ്പിൻ്റെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതുണ്ടോ, അപ്പോൾ നമുക്ക് 2 രീതിയിലും മാപ്പ് ചെയ്യാം. 3 മാപ്പിങ് മാക്സിമം പറ്റുള്ളൂ കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 3 മാപ്പിങ്ങും പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചെറിയ റൂമിൻ്റെ ഒരെണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുണ്ടോ സ്റ്റാർട്ട് മാപ്പിംഗ് ഇവിടെ കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത റൂമിലെ മാപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. അടുത്ത റൂമിൽ കൊണ്ടുപോയി മാപ്പ് ചെയ്യണത്. അപ്പോൾ അടുത്ത റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് മാപ്പിംഗ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതുണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്കിൻ്റെ അടുത്ത് ഡോക്ക് എടുത്ത് എവിടെയാണോ ഫസ്റ്റ് ആദ്യം നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമല്ലോ, അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് എവിടെയാണോ ചെയ്യേണ്ടത് ഫസ്റ്റ് അവിടെ കൊണ്ട് ഈ ഡോക്ക് സ്റ്റേഷൻ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മാത്രമേ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഇതുണ്ടല്ലോ, അടുത്ത റൂം നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് ഡോക്ക് സ്റ്റേഷൻ വേണമെന്നില്ല. ആ ഡോക്ക് സ്റ്റേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ആ റോബോട്ട് കൊണ്ടുവന്ന് ആ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുണ്ടോ ദേ നോ സ്റ്റേഷൻ ഡിക്റ്റേറ്റഡ് ഓൺ ദിസ് ഫ്ലോർ സ്റ്റാർട്ട് മാപ്പിംഗ്, നമുക്ക് മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ അത് അവിടെ മാപ്പിംഗ് ചെയ്തോളും. ഇതും ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഏറ്റവും ചെറിയൊരു റൂമാണ്. അതായത് 1 2 കിച്ചണിലേക്കും ഞങ്ങളുടെ ഡ്രോയിങ് റൂമിലേക്കും സൈഡിലേക്കും റൂമുണ്ട്. സൈഡ് റൂം എന്നാണ് പറയുന്നത്. ആ സൈഡ് റൂമിലേക്കും പോകുന്നതിൻ്റെ ആ സെൻട്രൽ ഭാഗമാണ് ഞാനിപ്പോൾ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയൊരു സ്പേസാണ്. അപ്പോൾ മാപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ പറയും കഴിഞ്ഞു എന്ന് പറഞ്ഞു കാണിക്കും. അപ്പോൾ നമുക്ക് റീനെയിം ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ മാപ്പിംഗ് എന്ന് പറയുന്ന സംഭവം മൊത്തത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം പറയുന്നത് മൊത്തത്തിൽ ഫ്ലാറ്റായിട്ട്, ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ അറിയാമല്ലോ, എല്ലാ വീടുകളും എന്ന് പറഞ്ഞാൽ കണ്ട കഴിഞ്ഞു. യെസ്, ഗോട്ട് ഇറ്റ്. അപ്പോൾ CNTRAL സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പേര് കൊടുത്ത് അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. അപ്പോൾ അതിൻ്റെ ഈ മാപ്പിങ്ങിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 മാപ്പിങ്, ഒന്ന് സ്റ്റോർ റൂം, ഒന്ന് സെൻട്രൽ റൂം. ഇപ്പോൾ കഴിഞ്ഞു. കണ്ടോ, 3ാമത്തെ വന്നു. ഈ 3 ചെയ്യാൻ പറ്റത്തുള്ളൂ മാപ്പിങ്. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അതായത് 3 മാപ്പിങ് നടക്കത്തുള്ളൂ. അതേസമയം നമ്മൾ ഇപ്പോൾ ഞാൻ ഇവർ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രികളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒരൊറ്റ ഫ്ലാറ്റ്, അതായത് കിച്ചൺ, ടോയ്ലറ്റ്, പിന്നെ ബാത്റൂം, പിന്നെ ബെഡ്റൂം, പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് റൂം, ഇതെല്ലാനും ഒരൊറ്റ ഫ്ലോറിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയായിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലെ പോലെ സ്റ്റെപ്പോ അല്ലെങ്കിൽ ചെറിയൊരു പടിത്തട്ടിയോ അങ്ങനെ ഒരു സംഭവങ്ങളും ഒന്നും തന്നെ ഇല്ല. ഒരൊറ്റ ഫ്ലാറ്റായിട്ട് അത് ഒരു സാധനം തുറന്നു വിട്ട് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചെല്ലാൻ പറ്റും ഈ റോബോട്ടിന്. പക്ഷേ നമ്മുടെ വീട്ടിൽ ആ പണി നടക്കില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ മാപ്പിംഗ് കൊണ്ട് ഉപയോഗമുള്ളൂ. അല്ലാത്തവർക്ക് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് കണ്ടിന്യൂ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്ലിയർ ആയില്ലേ എങ്ങനെ മാപ്പിംഗ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ മാപ്പിംഗ് വേണ്ട എങ്കിൽ, ഈ മാപ്പിംഗ് വേണ്ട എങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഡിലീറ്റ് കൊടുക്കുക. ക്ലിയർ ആയോ? പിന്നെ ഇതിനകത്ത് ബൗണ്ടറി തിരിക്കലൊക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ബൗണ്ടറി തിരിക്കലൊക്കെ ഒരു യൂസ് ഉണ്ടെന്ന് എനിക്ക് യൂസില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബൗണ്ടറി തിരിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചാടി പോണവർക്കാണ് ഈ ബൗണ്ടറി തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ സാധനം ചാടി പോവില്ല. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിനകത്ത് സെൻസർ ഉള്ളത് കൊണ്ട് ഈ സാധനം താഴേക്ക് വീഴില്ല. ക്ലിയർ ആയോ? പിന്നെ അതുകൊണ്ട് പിന്നെ ബൗണ്ടറി, ഇപ്പോൾ സെൻസർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ ബൗണ്ടറി തിരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യൂസും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബൗണ്ടറി തിരിക്കുന്നില്ല. ക്ലിയർ? ഈ T50 ഓംനി, T50 Pro ഓംനി, അതായത് ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ ഞാൻ ആമസോണിൽ നിന്നാണ് സാധനം വാങ്ങിച്ചത്. ഓക്കെ, ആമസോൺ ഇതാണ് ആമസോണിലെ സാധനം. ഓക്കെ, ഇത് എക്കോവാക്സ് ഡീബൂട്ട് T50 Pro ഓംനി 2-in-1 റിപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അഡ്വാൻസ് ഇതിനകത്ത് ഫോട്ടോസൊക്കെ കിടക്കുന്നുണ്ട്. ഉണ്ടോ? ഇത് ഡേറ്റ് വാട്ടർ, ഞാൻ കാണിച്ചു തന്ന ടാങ്ക് കാണിച്ചു തന്നില്ലേ, ഡേറ്റ് വാട്ടർ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതാണ് അതിൻ്റെ റബിഷ് ബാഗ്. ഓക്കെ, ഈ ബാഗ് നമുക്ക് ഊരിയെടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചു പോലെ. പിന്നെ അവർ ഈ പറഞ്ഞുള്ള ലിക്വിഡ് നമ്മുടെ അതിനകത്ത് ഒഴിക്കേണ്ട ഒരിടത്ത് സാധനം ഇല്ല എന്നാണ് പറഞ്ഞത് നിലവിൽ. ഓക്കെ, ചെറിയ ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ മാനുവലി എടുത്ത് കളയണം. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതേണ്ട തന്നെ വാഷ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് വെള്ളം വന്നിട്ട് ഈ സാധനം വാഷ് ചെയ്യുന്നത്. ഇത്രയും സംഭവങ്ങളുണ്ട്. കണ്ടോ? ഹോട്ട് മാപ്പിംഗ്, ഹോട്ട് ഡ്രൈയിങ്, പിന്നെ ഓട്ടോ റൊട്ടേഷൻ, ഇത്രയും സംഭവങ്ങൾ 10-in-1 ഓംനി സ്റ്റേഷൻ. ആണോ? ഇതിൻ്റെ കോർണറിലെല്ലാം നല്ല എഡ്ജ് ടു എഡ്ജ് സംഭവം നന്നായിട്ട് ക്ലീൻ ചെയ്യും. പക്ഷെ അത്ര പെർഫെക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ക്ലീൻ ചെയ്യണ അത്ര ആവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിവേ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി സാധനം ഇറക്കിയിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മേ ബി സക്സസ് ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? ഇനി അടുത്ത ഇതിനകത്ത് തന്നെ ഇവരുടെ ഈ ആപ്പിൽ തന്നെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇത് സോഫയുടെ അടിയിൽ കൂടെ, ഞങ്ങളുടെ സോഫയുടെ അടിയിൽ കൂടെ ഒക്കെ നല്ല സിമ്പിളായിട്ട് സാധനം ഫുള്ള് അകത്തൂടെ കയറിപ്പോയി ഇങ്ങോട്ട് സോഫ നീക്കേ പിടിക്കുക ഒന്നും വേണ്ട. കിഡിനായിട്ട് സാധനം അടിയിൽ കൂടെ പോയി സംഭവം ചെയ്തു തരും. വേണ്ട ക്യാമറ വയ്ക്കേണ്ടി ഇതിന്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു
കാര്യങ്ങൾ. 1500 ഇതുണ്ട് കേട്ടോ, സക്ഷൻ പവർ ഉണ്ട് സാധനത്തിന്. ഇനി അടുത്തത് ഇവർ ഈ പറഞ്ഞ സാധനം കണ്ടോ, ഈ നമുക്ക് ക്യാമറ വഴി നമുക്ക് പട്ടി പൂച്ച സാധനത്തിനൊക്കെ നമുക്ക് വീഡിയോ കോൾ വഴി കാണാം എന്നുള്ള സംഭവമില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ പ്രൈസല്ലേ നിങ്ങൾക്ക് കാണണ്ടേ, ഇതാണ് ഇതിൻ്റെ പ്രൈസ്. 74,999, അതായത് 75,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, ഇത് ന്യൂ ലോഞ്ച് എന്നാണ് ഇതിനകത്ത് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്താണ് പുതുതായിട്ട് അവർ ഇറക്കിയേക്കുന്നതാണ് ഈ സാധനം, T50 Pro എന്നുള്ള സംഭവം. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലായിട്ട് കാണിക്കുക T80 ആണ്. 1,20,000 ആണ് അതിൻ്റെ പ്രൈസ് ആമസോണിൽ. ഓക്കെ, ഫ്ലിപ്കാർട്ടിലും സെയിം സംഭവം തന്നെയാണ് ഫ്ലിപ്കാർട്ടിലുള്ളത്. പിന്നെ നമ്മൾ ഈ സാധനം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഓൺലൈനിൽ ഇതിനകത്ത് തന്നെ ഓൺലൈനിൽ പോവുക. കാണിച്ചുതരാം. എക്കോ ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അയ്യോ ഇതെന്തൊട്ട് ഇങ്ങനെ വന്നേ, ഇവരുടെ വെബ്സൈറ്റിൽ ഇതുണ്ടോ നമ്മുടെ വാറൻറ്റി, അതായത് നമ്മൾ പേര് ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കുക, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക, ഓർഡർ നമ്പർ നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഓർഡർ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഏത് പ്രോഡക്റ്റാണ് ഏതാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് നമ്മുടെ ആമസോണിൻ്റെ ആ ഒരു ബില്ലിൽ കാണും. ആമസോണിൽ ഇതുണ്ടോ, ഇതാണ് സംഭവം. പ്ലേസ് ഓർഡർ, ഈ ഒരു ഡേറ്റ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഓർഡർ നമ്പർ ഉണ്ടോ, ഓർഡർ നമ്പർ പിന്നെ പർച്ചേസ് ഡേറ്റ്, അത് രണ്ടും അടിച്ചു കൊടുക്കുക. നമ്മൾ അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാറൻറ്റി ഇതിനകത്താവും. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറൻറ്റി എടുക്കാം. ഇതൊന്നും ഒരു മനുഷ്യനും പറഞ്ഞു തരില്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് കുത്തിയിരുന്ന് വിളിച്ച് കിട്ടിയ ഇതാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഞാൻ എടുത്ത സാധനത്തിൻ്റെ ഞാൻ എക്സ്റ്റെൻഡഡ് വാറൻറ്റി ഇപ്പോൾ 1 വർഷത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. T50 ഇതാണ് T50 Proയുടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ് പ്രൈസ്. 1299, 1399 ആണ്. 1299 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അത് നമുക്ക് ഇമെയിലായിട്ട് അതിൻ്റെ സംഭവം വരും, അത് സേവ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാര്യം. ഇനി അടുത്തത് നമുക്ക് ക്യാമറ കാണുന്ന സംഭവം കാണിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ക്യാമറ മതി. ഇതിൻ്റെ മുകളിൽ ഈ സാധനം കണ്ടോ, ഈ ക്യാമറയുടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ഇടാണേ. ഞാൻ പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. പാസ്വേഡ് ഇട്ട് ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന ഓഡിയോ കേൾക്കില്ല. അതാണ് ഞാനിപ്പോൾ ഇതായിട്ട് ഓഡിയോ ഇട്ടേക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ എൻ്റെ ഇതിനകത്ത് സ്റ്റോർ റൂമും പറഞ്ഞല്ലോ, സ്റ്റോർ റൂം 2. അപ്പോൾ അവിടെ ഡോഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെറ്റ്സോ ഇല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഒരാളവിടെ നിൽക്കുന്നതിന് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തറയ്ക്കൂടെ നടക്കുന്ന ആൾക്കാരെയും അവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അത് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ചൂലട്ടോ കാണുന്നത്. പിന്നെ തറ കണ്ടില്ലേ, ഭിത്തി കണ്ടില്ലേ, ആ ഡോറ് കണ്ടോ, അത് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരമുള്ള സംഭവം ക്യാമറ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും വീഡിയോ. അപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, വീഡിയോ കാണാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് തിരിക്കണതിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഇത് കാണിച്ചു തരുന്നു. അതായത് ക്ലീനിങ്, വാക്യൂം മാത്രം, ഇതാണെന്നുണ്ടെങ്കിൽ മോപ്പ് മാത്രം ചെയ്യുന്നത്, ഇതാണെന്നുണ്ടെങ്കിൽ വാക്യൂം ആദ്യം ചെയ്യുക, പിന്നീട് അതിന് ശേഷം മോപ്പ് ചെയ്യുക. പിന്നെ ഇതെന്ന് പറഞ്ഞെങ്കിൽ മോപ്പ് ചെയ്തതിന് ശേഷം വാക്യൂം ചെയ്യും. മോപ്പ് ചെയ്യുന്ന തറ തുടച്ചതിന് ശേഷം പിന്നെ പൊടി വലിച്ചെടുക്കുക. അതുകൊണ്ട് ഉപയോഗവും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം വാക്യൂം പൊടി വലിച്ചെടുത്തതിന് ശേഷം തറ തുടയ്ക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സംഭവം സക്ഷൻ പവർ, ഇത് ചെയ്യണേക്കാളും വേദം നമ്മൾ ഇത് ചെയ്യുക, രണ്ടാമത് സെലക്ട് ചെയ്യുക. പിന്നെ സ്ട്രോങ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ തുടച്ചിട്ട് കുറച്ച് നാളായി എങ്കിൽ സ്ട്രോങ് കൊടുക്കുക. പിന്നെ
ഒത്തിരി നാളായി നിങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, നിങ്ങളുടെ വീട്ടിൽ തൂക്കലും തുടക്കലും ഇല്ല എങ്കിൽ ഇതിട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾ നോർമലി വീട്ടിൽ തൂക്കലും തുടക്കലും ഉണ്ടെങ്കിൽ നിങ്ങൾ തൂക്കലും തുടക്കലും ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റാൻഡേർഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനീ പറഞ്ഞുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ ഞാൻ 25 ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ക്ലീനിങ് അത് സ്റ്റാൻഡേർഡ്. പിന്നെ അതുപോലെ ഡീപ്പ് ക്ലീനിങ്, ഞാൻ ഡീപ്പ് ക്ലീനിങ് ആണ് ഇട്ട് കൊടുത്തത്. ഇതെന്ന് പറഞ്ഞാൽ ക്യുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പം ഇത് മതി എനിക്ക്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തവണ കൊണ്ട് നിങ്ങൾ തൂത്ത് തൃപ്തിയായില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 ഇട്ട് കൊടുക്കണം. ഓക്കെ, എനിക്കിപ്പോൾ 1 മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. പിന്നെ ഇങ്ങനെ അഡ്വാൻസ്ഡ് റോബോട്ട് അഡ്വാൻസ്ഡ് ഞാൻ ചെയ്തു വെച്ച സെറ്റിങ്സ് ഇതൊക്കെയാണ്. റോബോട്ട് അഡ്ജസ്റ്റ്, ചാർജിങ് ടൈം ബേസ്, ഇതൊക്കെ ഇത് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലീൻ അലോങ് ഫ്ലോർ, ആൻറ്റി സ്റ്റക്ക് പാസേജ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന പ്രകാരം വെച്ച് ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ ഇതൊക്കെ. കാർപ്പറ്റ് സെറ്റിംഗ് ഒന്നും ചെയ്തുള്ള കാര്യം, ഇവിടങ്ങളിൽ ടൈലാണ് നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കാർപ്പറ്റിനകത്ത് ചെയ്തുകൊണ്ടോ സക്ഷൻ ബൂസ്റ്റ് ഓൺ കാർപ്പറ്റ്, അതായത് നമ്മുടെ ചവിട്ടിയൊക്കെ ഉണ്ടല്ലോ, ചവിട്ടിയിലൊക്കെ ഇത് ഓൺ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഇത് ചെയ്യണ്ട എന്ന് ഞാൻ ഇതേപ്പറ്റി ചോദിച്ചായിരുന്നു, അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ചൈൽഡ് ലോക്ക്, അത് കുട്ടികളിങ്ങനെ വന്ന് അത് പിടിച്ച് അതിൻ്റെ മുകളിൽ തന്നെ ഒരു പവർ ബട്ടൺ, അതൊക്കെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം. അത് പ്രത്യേകം അവരുടെ ഫസ്റ്റ് എന്തെന്ന് അറിയാം, ഇതിൽ തന്നെ പറയുന്നുണ്ട് കുട്ടികളുള്ള സമയത്ത് സാധനം ഓപ്പറേറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. ഇപ്പോൾ പിള്ളേർ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ചാടുകയോ പിടിക്കാൻ, ഇതിനകത്ത് നല്ല സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വാറൻറ്റിയും ഗ്യാരൻറ്റിയും ഒന്നും കിട്ടില്ല, ചുമ്മാ കയ്യിലിരിക്കണ കാശ് കൂട്ടും. ഇപ്പോൾ അതുകൊണ്ട് പിള്ളേരില്ലാത്ത സമയത്ത് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. ചെറിയ പിള്ളേരായിട്ടോട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. T50 Pro Me എന്നുള്ളത് എന്താ ചാക്കോച്ചെന്നോ തോമസ് എന്നോ ദാസേട്ടനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ പേര് തന്നെ ഞാൻ കൊടുത്തേക്കുന്നത്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഡോക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഈ സംഭവം ഡോക്കിംഗ് എന്നുള്ളത് ഈ സാധനം നമ്മുടെ ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ട്, ഇതാണ് ഡോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റോബോട്ട് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്കിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എന്താവും, പുറത്തിരിക്കുന്ന സാധനം ഓടി അകത്ത് കയറിക്കോളും, മനസ്സിലായി, അതിൻ്റെ കൂട്ടി കയറിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സാധനം അവിടെ മാനുവലായിട്ട് ഡോക്കിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ്. അപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട് സ്കാൻ ടു കണക്റ്റ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ മൊബൈലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആ മൊബൈലിനകത്ത് ആപ്പ് ഓൺ ചെയ്തൊരു സ്കാൻ ടു കണക്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എൻട്രി കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മളുടെ മെയിൻ സെൻട്രൽ ഇതിനകത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ മാപ്പ് ചെയ്ത് വെച്ചാൽ 3 ഇതാണ് ഇതിനകത്ത് കാണിക്കും, 3 അല്ല 2 ഓട്ടോമാറ്റിക്കായിട്ട് ഒരെണ്ണം വരുന്നതാണ്, അടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ആ സംഭവം. ക്ലിയർ? ഇപ്പോൾ എൻ്റെ ഇതിന് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, 55% ഉണ്ട് അതിന്. ക്ലിയർ ആയില്ലേ? എങ്കിൽ സ്റ്റേഷൻ എടുക്കാനായിട്ട് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, അതാണ് സ്റ്റേഷൻ എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഡ്രൈയിങ് മിക്കപ്പോഴും ഈ സാധനം ഡ്രൈ മോപ്പിംഗ് എന്ന് പറഞ്ഞ് കിടക്കും സ്റ്റേഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു 1/2 hour കഴിയുമ്പോൾ ഈ ഡ്രൈ മോപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയും. ഇല്ലെങ്കിൽ ആ സാധനം ഡ്രൈ ആവും, ചൂട് കാറ്റടിച്ചിട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ രാത്രി ഇട്ടാൽ നേരം വെളുക്കണ വരെ സാധനം ചൂട് കാറ്റടിച്ചുകൊണ്ടിരിക്കുക, എന്തോരം ചൂട് വരും അതിനകത്ത്, അത് ഉണങ്ങണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ നമ്മുടെ കറണ്ട് കാശ് കളയാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫും കൂടുതൽ കിട്ടും. ഈ ചൂട് കാറ്റടിപ്പിച്ച് ലൈഫും കൂടുതൽ കിട്ടാതിരിക്കാണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഡ്രൈ ചെയ്യണം കുറച്ച്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ മണം വരും. അപ്പോൾ അതിനുവേണ്ടി അത്രയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഡൗട്ട്സ് ഒന്നുമില്ലെന്ന് കരുതുന്നു. ഇനി കാണിക്കാൻ പോകണമെന്നറിയോ, ഡോക്ക് സ്റ്റേഷനകത്ത് കൊണ്ടുവന്ന് നമ്മുടെ സാധനം കയറ്റി ഈ എന്താ ഉറുമ്പൊക്കെ കയറിപ്പോണ്ടല്ലോ. ഓക്കെ, ഡോക്ക് സ്റ്റേഷനിലേക്ക് സാധനം ഇപ്പോൾ ക്ലീൻ ചെയ്തേക്കുന്ന സാധനം എടുത്തു കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്തേക്കുന്ന സാധനം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ സാധനം എടുത്തിട്ട് പോകാൻ പാടില്ല. ഓക്കെ,
പ്രത്യേകം ഓർക്കുക, ഇത് റെഡ് സൈൻ കാണുവാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ നോക്കരുത്. സാധനം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ എടുത്തുകൊണ്ടുള്ള സമയത്ത് സൂക്ഷിച്ചോളൂ. കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ വാറൻറ്റി ഒന്നും അവർ തരില്ല കേട്ടോ. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ഞാൻ വേറൊരു മൊബൈലിൽ കാണിച്ചു തരാം ഇതിൻ്റെ ഇത് ചെയ്യുന്ന. ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മാപ്പ്. എൻട്രി കൊടുക്കുക, കണ്ടിന്യൂ റിട്ടേൺ ടു സ്റ്റേഷൻ കൊടുക്കുക. കണ്ടോ, ഇത് കൊടുക്കുക. കണ്ടോ, അന്നേരം ഈ സാധനം ഇവിടെ കറങ്ങി കുറച്ച് സമയം എടുക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കണ്ടോ, കണ്ടോ, ഇനി ഓട്ടോ ക്ലീൻ ആണ്. കണ്ടോ, ഓട്ടോ എം ടി ആവാമാണ്. ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ഈ ഒരു ലക്ഷം കൂടെ വരും. ഇനി അടുത്തത് മോപ്പ്. യെസ്, ഇനി ഇതിനകത്ത് മോപ്പ് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുവാന്ന് ഈ സാധനത്തിനകത്ത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഡേർട്ടി വാട്ടറാണ്. ഇത് ഡേർട്ടി വാട്ടർ എടുത്ത് കൊണ്ട് കളയുക. ഇത് ഫില്ല് ചെയ്യുക. ഇത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഫില്ല് ചെയ്യുക. പിന്നെ മെയിൻ ഒരു വലിയൊരു ബാഗ് ഉണ്ട്. അത് ഇതിനകത്താണ് വലിയ ബാഗ് ഇരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ സാധനം കിട്ടും കേട്ടോ. ഇതുണ്ടോ, ഇതാണ് വലിയ ബാഗ്. ഏത് റബ്ബിഷ് എം ടി ആണ്. ഇത് ഇവിടുന്ന് വലിച്ചു കഴിഞ്ഞാൽ സാധനം ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്താണ് ലിക്വിഡ് ഉണ്ട്, ഒഴിക്കാം എന്ന് പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഒഴിക്കണ്ട എന്ന് പറയുന്നു. അവരെ കമ്പനിക്കാരെ തന്നെ അതിൻ്റെ ലിക്വിഡ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് വൺ. അവരും പറയണം, അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തൽക്കാലം നിങ്ങൾ പച്ചവെള്ളം ഇട്ട് ക്ലീൻ ചെയ്യാനാണ് അവരും പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇത്രയോട് സംഭവം. ഇതാണ് ഇതിൻ്റെ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെത്താനെ ഇതായിക്കോളും. വേറെ ഇനി നമ്മളിതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഞാൻ നേരത്തെ സെറ്റിങ്സൊക്കെ കാണിച്ചു തന്നില്ല. സ്റ്റേഷൻ എടുക്കണമെങ്കിൽ സ്റ്റേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുണ്ടോ, ക്ലീനിങ് ആണ് കാണിക്കുന്നത്. ഈ സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് ഡ്രൈ ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തതിന് ശേഷം അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പം അതല്ല, നമുക്ക് അടുത്ത സ്ഥലത്ത് കൊണ്ട് ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡ്രൈ കൊടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഈ സാധനം ക്യാൻസൽ കൊടുക്കുക. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ അടുത്ത ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ക്ലീനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈ ചെയ്യാനായിട്ട് വിട്ടു കൊടുത്തേക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് വിട്ടേക്കുക. ഇതാണ് എൻ്റെ കമ്പനിയുടെ ഇത് T50 Pro Omni. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് എന്താ പറയുക, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് മാപ്പ് ചെയ്യാൻ, വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിൽ 2-3 തട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, മാപ്പിങ് ചെയ്യണ്ട. ഇനി അടുത്ത കാണിച്ചിട്ട് നമ്മൾ എന്താണെന്നറിയാം, ചില സമയത്ത് സ്റ്റോപ്പ് റിട്ടേണിങ് ഡോക്ക് ചെയ്തില്ലെങ്കിലും ചില സമയത്ത് കുറേ നേരം ഇതുപോലെ ഓടിക്കളിച്ച് കഴിയുമ്പോൾ തന്നെത്താനെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്നതിന് ശേഷം മാത്രമേ ഒന്നുകിൽ തന്നെത്താനെ നിൽക്കും, ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് റിട്ടേണിങ് ഇതടിക്കുക. അപ്പോൾ സ്റ്റോപ്പ് റിട്ടേണിങ് സ്റ്റേഷൻ
അത് ചെയ്ത് ഈ സാധനം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സാധനം എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, ഈ കളറ് റെഡാവും. ഇനി ഈ സംഭവം ഉപകാരത്തിൽപ്പെടുമോയെന്ന് വെച്ചാൽ ഉപകാരത്തിൽപ്പെടും. അത് 100% ഉറപ്പ്. നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം 100% ഉപകാരപ്പെടും. പിന്നെ നമ്മൾ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്, ജോലിയും കാര്യങ്ങളും ടൈറ്റ് ഷെഡ്യൂളാണ് എങ്കിൽ 100% ഇത് ഉപകാരപ്പെടും. അതേസമയം നമുക്ക് തിരക്കൊന്നുമില്ല, നമുക്ക് ജോലി ചെയ്ത് വേണ്ട സമയമുണ്ട്. അപ്പോൾ ഒരു എക്സസൈസ് ആയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, ചെയ്യണമെങ്കിൽ ചെയ്യാം. കാര്യം ഫുൾ ടൈം ഈ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ദേഹമൊക്കെ ഒന്ന് അനങ്ങി കുനിയുകയും ഇവരൊക്കെ ചെയ്ത് നല്ലൊരു വ്യായാമമായിരിക്കും. ഇതുപോലെ വാക്യൂം ചെയ്യാനും പിന്നെ അതുപോലെയൊക്കെ തൂത്ത് പെരുക്കി ഇത് ചെയ്യാനും പിന്നെ അതുപോലെ മൂപ്പ് വെച്ച് ക്ലീൻ ചെയ്യാനും. അപ്പോൾ അതൊക്കെ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലയെന്നും പറയുന്നില്ല. അതിലൊരു ഭാഗമായിട്ട് എടുത്തുകൊണ്ട് എൻ്റെ അമ്മ ചെയ്യുമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഈവൻ അലക്കുന്നത് പോലും വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും മിക്കപ്പോഴും കൊണ്ടുവന്ന് കല്ലിൽ കൊണ്ടുവന്ന് എന്തെന്നറിയാം അലക്കും, ഇങ്ങനെ വീശി അടിച്ച്. അതൊരു എക്സസൈസ് ആണെന്ന് പറയുന്നത് അതൊരു കാര്യം സത്യമാണ്, അത് പറഞ്ഞത് ശരിയാണത്. ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് കുറവാണ് എന്ന് മാത്രം. പിന്നെ അതുപോലെ കിണറ്റിൽ നിന്ന് ആൾ വെള്ളം കോരും. ഇപ്പോൾ കോരൽ ഇത്തിരി കുറഞ്ഞു, കാര്യം ആൾക്ക് മുട്ടേ വേദന ഉള്ളുണ്ട്. ബട്ട് എനിവേ ബാക്കിയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം പറഞ്ഞൊന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്താ പറയുക, വാക്യൂം ചെയ്യുക, അതൊരു എക്സസൈസിൻ്റെ പാർട്ടായിട്ട് പോയിക്കോളും. ഇല്ല എങ്കിൽ ഇങ്ങനത്തെ സാധനം തീർച്ചയായിട്ടും പ്രായമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാര്യം ഡെയിലി ഇപ്പം എൻ്റെ മാമ എന്ന് പറഞ്ഞാൽ 71 വയസ്സുണ്ട്. ആൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ആൾ മുട്ടുകുത്തി ഇന്ന് തറ ഇത് വെച്ച് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ തൂത്തൊക്കെ കൊടുത്തായിരുന്നു, തൂത്ത് എല്ലാം ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് ഞാൻ രാത്രി വയ്ക്കുമ്പോൾ ആൾ മുട്ടുകുത്തി ഇന്ന് തറ തുടയ്ക്കണുണ്ട്. അപ്പോൾ ഞാൻ അന്നേരമാണ് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിക്കാം എന്ന് കരുതിയത്. അപ്പോൾ ക്ലിയറായി. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇതായിരിക്കും, തറ തൂത്ത് തുടച്ച്. പിന്നെ ഇത് മാപ്പിംഗ് കൃത്യമായിട്ട് ചെയ്യുവാണ്. പിന്നെ വേറൊരു കാര്യം, അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുമെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. കണ്ടിട്ട് എനിക്ക് ചില ഇതിനകത്ത് മിസ്സാവാറുണ്ട്. കാര്യം ഇതൊരു റോബോട്ടാണല്ലോ, അപ്പോൾ ചിലപ്പോൾ മിസ്സാവാം. പക്ഷേ എനിവേ ചെയ്യുന്നത് നല്ലതാണല്ലോ. കറക്റ്റ് ഇഞ്ചോട് ഇഞ്ച് ഒന്ന് ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ചില സമയത്ത് കറക്റ്റ് ആ ഗ്യാപ്പ് നികത്തി, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, കറക്റ്റ് ആ ഗ്യാപ്പ് നികത്തി കൊണ്ടുവന്ന് കണ്ടോ ഇങ്ങ് തിരിയുമ്പോൾ നോക്കി കേട്ടോ, അത് പോണത് അതുപോലെ. അതിൻ്റെ ചക്രം ബാക്കിലെ മൂപ്പ് തിരിയുന്നില്ല, ആ ഗ്യാപ്പ് എന്നോടത്തായിരിക്കും. അടുത്ത തവണ തിരിയുമ്പോൾ കറക്റ്റ് അത് കവർ ചെയ്ത് അങ്ങോട്ട് പോകും. നമുക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ആ ഫ്രണ്ടിലെ ബ്രഷ് കണ്ടോ, അത് ഇപ്പുറത്തുനിന്നുള്ള ഇതൊക്കെ എടുത്ത് നേരെ ഫ്രണ്ടിലോട്ട് ഇട്ടു പോകും. അതിൻ്റെ നടുവിൽ മോപ്പുണ്ടല്ലോ, മെയിൻ സാധനം വലിച്ചൊരു സക്ഷൻ എടുക്കണല്ലേ, കറക്റ്റ് ആ സക്ഷൻ്റെ അവിടേക്ക് ഈ സാധനം തട്ടിയിട്ട് കൊടുക്കുന്നതാണ്. ആ ബ്രഷ് ഏതെങ്കിലും മൂലക്കൊക്കെ ഉണ്ടെങ്കിൽ സാധനം നീങ്ങി വരും. ആ ബ്രഷില്ലേ, ആ ബ്രഷിൻ്റെ കാലങ്ങൾ നീണ്ടങ്ങോട്ട് വരും കോർണർ വന്നു കഴിയുമ്പോൾ. പിന്നെ മോപ്പാണെന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങൾ സൈഡൊക്കെ എത്തുന്ന സമയത്ത് അത് ആ സൈഡ് മാത്രം തള്ളി പുറത്തേക്ക് വരും ക്ലീൻ ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ, വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ കോർണർ ഇത് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുകളിൽ നിന്ന് എടുക്കണമായിരുന്നു. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, പിന്നീടാണ് ഞാൻ അത് ഓർത്തത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വാങ്ങിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം സർവീസിന് വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ ഒരു ഇതിന് എന്തെന്നറിയാം, നമുക്ക് വെർച്വൽ ഇത് കിട്ടും, ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ അതിന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ എടപ്പള്ളിയിൽ എന്തോ ഇതിൻ്റെ എക്കോവാക്സിൻ്റെ ഷോറൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഷോറൂമിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ മേ ബി ഓഫറും കാര്യങ്ങളൊക്കെ മേ ബി കിട്ടാൻ സാധ്യത ഇല്ലാതില്ല. ബട്ട് നിങ്ങൾ ഈ പറഞ്ഞോണം ആമസോണിലും നോക്കുക, ഈ പറഞ്ഞ ഇവിടെയും ചെല്ലുക. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ കുത്തിയിരുന്ന് വായിച്ച് എല്ലാവർക്കും ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഈ കുത്തിയിരുന്ന് വായിച്ച് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുത്തിയിരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അറിയില്ല എന്നുണ്ടെങ്കിൽ, പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോറൂമിൽ അവരുടെ കടയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, ഷോപ്പിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ സാധനം കാണിച്ച് തന്ന് നിങ്ങൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കടയിൽ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അഡ്രസ്സ് കിട്ടും. എക്കോവാക്സ് ഷോറൂം അല്ലെങ്കിൽ ഷോപ്പ്
എറണാകുളം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. എന്നിട്ട് അതനുസരിച്ച് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡോക്ക് അടുത്തുണ്ട്. ഇത് ചാർജ് തീർന്നു പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് വേഗം താനെ പോയി ഡോക്കിൽ കയറി ചാർജ് ചെയ്യും. ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എന്ത് പറ്റുമെന്നറിയോ, ഇത് എവിടെയാണോ പണി നിർത്തിയത് അതിൻ്റെ ബാക്കി പോയി പണിയെടുക്കും. മനസ്സിലായോ? എവിടെയാണ് പണി നിർത്തിയത് അതിൻ്റെ ബാക്കി പോയി സാധനം തൂത്ത് തുടയ്ക്കും. അങ്ങനെയും ഒരു കാര്യം ഇതിനുണ്ട്. പിന്നെ ഇത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സമയത്ത് ഇതെവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. ചില സമയത്ത് റിട്ടേൺ വന്നിട്ട് അതും കൂടെ തൂത്ത് റെഡിയാക്കിയിട്ട് സാധനം പോകത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ആ ക്യാമറയുടെ അവിടെ ഒരു സാധനം ഉണ്ട്, അവിടെ ഇളകിയ പോലെ ഇരിക്കണം. അത് ബമ്പറാട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ചിലർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഇത് മൊത്തം ലൂസാണല്ലോ, ഇത് ഇളകി തട്ടി കൊരിയറിൽ എന്തെങ്കിലും പറ്റിയതായിരിക്കും എന്ന് ചിന്തിക്കാം എന്ന് മേ ബി. കാര്യം ഫ്രണ്ട് വശം ഭയങ്കര ലൂസായിട്ടിരിക്കണം, അതായത് ബമ്പറാണത്. കാരണം ഇങ്ങനെ എപ്പോഴും പോയി ഇങ്ങനെ ചെന്ന് ഇടിക്കുന്നുണ്ടല്ലോ, ചുമരിൽ പോയി ഇടിക്കുന്നുണ്ട്. അത് തട്ടി നോക്കുന്നുണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കുന്ന സാധനമാണ് ബമ്പർ ഫ്രണ്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതേക്കുറിച്ച് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടോ, വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടോ എങ്കിൽ എന്താ പറയുക, ഈ വീഡിയോ കണ്ടിട്ട് ചെയ്തോളൂ, ഉപകാരത്തിൽപ്പെടും. നമ്മൾ കാണാതെ ഞാൻ ഈ സാധനം വാങ്ങിക്കണേക്കാളും മുമ്പ് ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ്റെ, ആളുടെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളുടെ വീട്ടിൽ ആൾ വാങ്ങിച്ചു ഈ സാധനം. പക്ഷേ സെയിം ഇതല്ല, എക്കോവാക്സിൻ്റെ തന്നെ വേറൊരു മോഡല്. അപ്പോൾ ആളുടെ വീട്ടിൽ പോയി ഞാൻ നേരിട്ട് പോയി സാധനം കണ്ടു. ആളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ആളുടെ വീട്ടിൽ മൊബൈലിൽ തന്നെ സാധനം ഇത് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ തന്നെ വെള്ളമൊക്കെ എടുത്ത് വേറെ സെപ്പറേറ്റ് ഇതൊക്കെ എടുത്ത് നമ്മൾ തന്നെ ചെയ്യണത്. വാഷൊക്കെ നമ്മൾ തന്നെ എടുത്ത് ഊരി കഴുകണം. പക്ഷേ ഇതിൻ്റെ